അതായത് 3 വയസ്സുള്ള കുട്ടി തൊട്ട് ഇവിടെ പന്ത്, അതായത് ഒന്ന് നടപ്പ് സെറ്റായിരിക്കണം, അവൻ പന്ത് തട്ടിക്കൊണ്ടാണ് നടക്കുന്നത്. ഒരു ദിനാർ കൊടുത്താൽ നമുക്കൊരു പന്ത് കിട്ടും. പന്ത് മേടിച്ചു കൊടുത്താൽ കൊച്ചിന്റെ സ്കില്ല് അറിയാൻ പറ്റത്തില്ല. അതായത് ഇവിടെ വന്ന് 1 മണിക്കൂർ കളിച്ചെന്ന് പറഞ്ഞ പിള്ളേരുടെ പഠനത്തെ ഇത് ബാധിക്കും. നാളെ ഇത് അറിഞ്ഞില്ലെന്ന് ആരും പറയല്ലേ, അതിനാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അബാസിയിലാണ് കേട്ടോ. അബാസിയിൽ നമ്മുടെ പിള്ളേരുടെ ഒരു ഫുട്ബോൾ കോച്ചിങ് സെൻ്ററാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് കേട്ടോ. അതായത് മെസ്സിയും നെയ്മറും ഒക്കെ നമുക്കും വേണ്ട, നമ്മുടെ നാടിനും വേണ്ട, നമ്മുടെ പിള്ളേരും മെസ്സിയും നെയ്മറും ഒക്കെ ആകണ്ടേ. അതായത് നമ്മുടെ പ്രവാസ ജീവിതത്തിൻ്റെ ഈ ഫ്ലാറ്റിൻ്റെ ഇടനാഴികളിൽ പന്ത് തട്ടാതെ ഒരുപാട് കാലിബറുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടത്ര പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കിട്ടാത്തതുകൊണ്ട് അവർ എന്നാ പറയുക, നല്ലൊരു ഫുട്ബോളർ ആകാത്തതാണ്. കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്ന എന്നാ പറയുന്നത്, വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിനിങ് സെൻ്ററാണ് നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോക്കകത്തുള്ളത്. നാളത്തെ താരങ്ങളാകുന്ന ഈ കുഞ്ഞുങ്ങൾക്കൊപ്പം ഞാൻ ലെന്നി. വെൽക്കം ടു LT ഡ്രീംസ്. ഇക്ര അമേരിക്കൻ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് കേട്ടോ. അപ്പം അതായത് നമ്മുടെ അബാസിയിലുള്ള ബാലൻസിയ ബേക്കറി തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് കേട്ടോ ഈ ട്രെയിനിങ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശാലമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവരുടെ കോച്ചിനോടും ഇവരുടെ ആൾക്കാരോടൊക്കെ ചോദിക്കാം കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാര്യങ്ങൾ കുഞ്ഞു കുട്ടികൾ തൊട്ട് ഈ ട്രെയിനിങ്ങിന് വരുന്നുണ്ട് കേട്ടോ. മലയാളികളാണ് വരുന്നത്. നമ്മുടെ കോച്ചുമാരെല്ലാം മലയാളീസാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ കോച്ചുമാരല്ല, ശരിക്കും എന്നാ പറയുന്നത്, സന്തോഷ് ട്രോഫിയിലൊക്കെ കളിച്ച ആൾക്കാരൊക്കെ അത്രയ്ക്കും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവർ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം കാണാം. ബാ, അപ്പോൾ അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ കാര്യങ്ങൾ മൊത്തം നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് അറിയാൻ താല്പര്യമുണ്ട്. അതായത് ഇവിടെ കുട്ടികൾ, അതായത് എത്ര പ്രായം തൊട്ടാണ് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്, നമ്മുടെ സ്കൂളിനെ പറ്റി? സ്പീഡ് സ്പോർട്സ് അക്കാഡമി കുവൈറ്റ് നമ്മൾ 3 ബ്രാഞ്ചസുമായിട്ട് കഴിഞ്ഞ 1 വർഷക്കാലം പ്രൊഫഷണലി കോച്ചസുമാർ ഇവിടെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കോവിഡിന് ശേഷം ഇതിനു മുമ്പും സ്പീഡ് സ്പോർട്സ് അക്കാഡമി ഉണ്ടായിരുന്നു. നമ്മളൊരു ലാസ്റ്റ് 6 years ആയിട്ട് പേഴ്സണലി ചെയ്തിരുന്ന കാര്യം ഇപ്പോൾ നമ്മൾ പ്രൊഫഷണലി ചെയ്തു തുടങ്ങിയത്. ആഫ്റ്റർ കൊറോണ എല്ലാവർക്കും ഫിറ്റ്നസ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതുകൊണ്ട് തന്നെ അല്ലേ, എല്ലാവരും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഫിറ്റ്നസ്സിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് വേണ്ട ഏറ്റവും നല്ല ഫിറ്റ്നസ്സിന് പറ്റിയ പരിപാടിയാണ് ഫുട്ബോൾ. ഒരു ശരിക്കും ഒരു ഗെയിമിനേക്കാളും ഒരു വികാരമാണ്. ഓൾ ബോഡി എക്സസൈസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അബാസിയ ബ്രാഞ്ചിലാണ്. അബാസിയ ഈ സ്കൂളിന്റെ പേര് എങ്ങനെ? ഇക്ര സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് നമുക്ക് ഈ ട്രെയിനിങ് ക്ലാസ് നടക്കുന്നത്. 3 days ആണ്. അപ്പോൾ നമുക്ക് ട്രെയിനിങ് ക്ലാസിന്റെ, അതായത് നമുക്ക് 3 സ്ഥലങ്ങളിൽ 3 രീതിയിലാണ് ട്രെയിനിങ് ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സാൽമിയയില്, അബാസിയയില്, ഫഹേല് 3 സ്ഥലത്താണ് നമുക്ക് ട്രെയിനിങ് സെന്റർ ഉള്ള. ടൈമിങ്ങിന് ഫാഹേൽ വരുമ്പോൾ സൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ. സൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഫഹേൽ, തേഴ്സ്ഡേ. അപ്പം സമയം എങ്ങനെയാണ്? സമയം വരുന്നത് 5:30 to 7 ആണ് നമ്മുടെ ടൈം. 5:30 to 7. കുട്ടികളൊക്കെ ട്യൂഷൻ എല്ലാം കഴിഞ്ഞ് നേരെ നമ്മുടെ ഗ്രൗണ്ടിലേക്ക് വരുന്ന രീതി. നേരെ ട്യൂഷൻ കഴിഞ്ഞ് ഒരു ചായ കുടിച്ചിട്ട് ഗ്രൗണ്ടിലോട്ട് വരുന്നു, കളിക്കുന്നു, തിരിച്ചു പോകുന്നു. പിന്നെ അവന് കുളിയെല്ലാം കഴിഞ്ഞ് ആഹാരം കഴിച്ച് 1 മണിക്കൂർ പഠിക്കാനും പിന്നെ സമയമുണ്ട്, കിടക്കാനും സമയമുണ്ട്. അത്യാവശ്യം നല്ല സുഖമായിട്ട് ഷെഡ്യൂൾ, നല്ല ടൈമിംഗ് ആണ്. പല പേരൻസിനും അക്സെപ്റ്റബിൾ ആണ് ആ ടൈമിംഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞുപോയി, നമ്മുടെ ഇവരുടെ മെയിൻ ഞങ്ങളുടെ ഹെഡ് കോച്ചാണ് മിസ്റ്റർ സുമേഷ് തൃക്കരിപ്പൂർ. കാസർഗോഡിന്റെ ഏറ്റവും സീനിയർ പ്ലെയർ, ഏറ്റവും 2003 സീനിയർ പ്ലെയർ, ബെസ്റ്റ് പ്ലെയറിന്റെ അവാർഡ് അവിടെ കാസർഗോഡ്. അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്, അതായത് ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് ഇവർക്ക് കുട്ടികൾക്ക് ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ സന്തോഷേ, അപ്പോൾ പുതിയ ഈ നമ്മുടെ ഈ 3 വയസ്സുള്ള കുട്ടികൾ തൊട്ട് നമ്മുടെ ഈ ക്ലാസ്സിലുണ്ട്. അപ്പം ഈ പുതിയ കുട്ടികൾ എങ്ങനെയുണ്ട്? പുതിയ കുട്ടികൾ ഞങ്ങളിവിടെ വന്നതിന് ശേഷം നമ്മൾ ശ്രദ്ധിച്ചത് അവരുടെ മാറ്റങ്ങൾ, ഫിറ്റ്നസ്സിലും അതുപോലെ അവരുടെ സ്കില്ലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. അവരുടെ പേരൻസിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റും ആ മാറ്റങ്ങൾ. അതെ, അതായത് പേരൻസ് കൂടെ വന്നു കഴിയുമ്പോൾ അവർക്ക് ഒരു 2 ക്ലാസ് കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. അവർക്ക് അത്യാവശ്യം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഓടാനും ചാടാനും പറ്റണം. അതായത് ഒരു 90 മിനിറ്റ് കളിക്കാനുള്ള സ്റ്റാമിന നമുക്ക് കിട്ടണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ള കുട്ടികൾക്ക് അത്ര സ്റ്റാമിന ഉണ്ടോ? ഇവിടെയുള്ള കുട്ടികൾക്ക് നമ്മൾ ആ സ്റ്റാമിന ലെവൽ നമ്മൾ ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതായത് തുടക്കത്തിൽ കിട്ടത്തില്ല, അതായത് ഒരു 2 മാസത്തോടൊക്കെ ക്ലാസ്സിന് ശേഷം അവർക്ക് ഫിറ്റ്നസ് കിട്ടും. അതിനുള്ള ക്വാളിഫൈഡ് ആയ കോച്ചസാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എല്ലാ ഏരിയയിലും. സാൽമിയ ആയാലും അബ്ബാസിയ ആയാലും
ഫാഹേലായാലും കുവൈറ്റിൽ അറിയപ്പെടുന്ന കളിക്കാരും അതുപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സുമായ നല്ല ഇവിടെ കുവൈറ്റിൽ അറിയപ്പെടുന്ന അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കോച്ചസ് ഉണ്ട് നമ്മുടെ അബ്ബാസിൽ? ഇവിടെ ഇപ്പോൾ അറൗണ്ട് ഒരു 14 കോച്ചസ്മാരാണ് നമുക്ക് ഇവിടെ വരുന്നത്. നമുക്ക് അബ്ബാസിൽ മാത്രം അറൗണ്ട് 14 കോച്ചസ് ആണ് നമുക്ക് അബ്ബാസിലുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കുട്ടികൾ കാണും? മൊത്തം നമുക്ക് 100 മുതൽ 120 കുട്ടികൾക്ക് നമ്മൾ 14 കോച്ചസ്മാരെ കൊടുക്കും. 120 കുട്ടികൾക്ക് 14 കോച്ചസ് ഉണ്ട്. അപ്പം നമ്മൾ ഇവരെ തിരിച്ചിട്ടുണ്ട്. അതെ, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ. സബ് ജൂനിയർ തന്നെ എല്ലാത്തിലും ബിഗിനേഴ്സ് ഉണ്ടാവും. ബിഗിനേഴ്സ് ഉണ്ട്. സബ് ജൂനിയർ ബിഗിനേഴ്സ് ഉണ്ട്, അവർക്ക് സെപ്പറേറ്റ് സെഷൻസ് ആണ്. ഓക്കെ. അതേപോലെ തന്നെ ജൂനിയറിൽ ബിഗിനേഴ്സ് ഉണ്ട്, സീനിയറിൽ ബിഗിനേഴ്സ് ഉണ്ട്. അവരുടെ ഏജ് അനുസരിച്ച്, അവരുടെ ടാലന്റ് അനുസരിച്ച് അവരെ നമ്മൾ കാറ്റഗറി ഇല്ല. ഞാൻ നമ്മുടെ ഈ ട്രെയിനിങ് സെഷൻ എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് സ്ട്രെച്ചിങ് അല്ലേ, അതിനുശേഷം സെഷൻ വൈസ് വൈസ് വേണ്ട നമ്മുടെ എക്സസൈസും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നു. സ്കിൽ ലേണിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റത്തെ 10 മിനിറ്റ്സ് വീണ്ടും ഒരു സ്ട്രെച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് കുട്ടികളെ കൂൾ ഡൗൺ ആക്കി അവരെ വീട്ടിലേക്ക്, അതായത് അവർ സ്കൂളിൽ നിന്നൊക്കെയുള്ള ടെൻഷനൊക്കെ വന്നിട്ട് അവർ ഗ്രൗണ്ടിൽ വരുമ്പോൾ വർക്കൗട്ട് ചെയ്ത് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കളിച്ച് കഴിയുമ്പോൾ അവർ റിലാക്സ് ആവും. ഇത് അവർ നേരെ വീട്ടിലേക്ക് പോകുന്നു, അവർ ആഹാരം കഴിച്ചു, പഠിക്കാനായിട്ടുള്ള ചെറുതായിട്ട് പഠിച്ചു. അതാണ് നമ്മൾ സാറ് പറഞ്ഞ പോലെ ഫ്ലാറ്റിൽ, ഈ കുഞ്ഞൊരു ഫ്ലാറ്റിൽ നടക്കുന്ന, അതായത് വരാന്തയിലായിരിക്കും പന്ത് കിട്ടുന്നത്. ഇപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കണമെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചിന് ചിലപ്പോൾ ഇപ്പോൾ ഒരു ദിനാർ കൊടുത്താൽ നമുക്കൊരു പന്ത് കിട്ടും. പന്ത് മേടിച്ച് കൊടുത്താൽ ആ കൊച്ചിൻ്റെ സ്കിൽ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ട്രെയിനിങ് കൊടുത്താലേ നമ്മുടെ നാട്ടിലും മെസ്സിയും റൊണാൾഡോ ഒക്കെ വരത്തുള്ളൂ അല്ലേ. അപ്പം എന്നാ പറയുക, ഇപ്പോൾ ഈ പന്ത് കിട്ടുന്ന ഒരു ഫ്ലാറ്റ് ജീവിതത്തിലുള്ള പിള്ളേർക്ക് ഒരു മാനസിക സംഘർഷവും ഇതെല്ലാം ഒഴിവാക്കാൻ നമുക്ക് ഇത് സഹായിക്കും എന്നുള്ളതാണ്. 1 മണിക്കൂർ കളിച്ചു എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയും പഠനത്തിൽ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ്. ഫിസിക്കലി ഡെവലപ്ഡ് ആയ ഒരു കുട്ടി മെന്റലി ഡെവലപ്ഡ് ആകും, ഒരു ഉറപ്പാണ്. അതായത് ഒരു കുട്ടിക്ക് 15 കേടിയാണ് ഒരു മാസം അല്ലേ, ഒരു മാസം ചാർജ് വരുന്നത്. കമ്പയറിംഗ് അനദർ അക്കാഡമീസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമായ ഒരു ഇതാണ്. അതെ, കുവൈറ്റിൽ ഒരുപാട് ഫുട്ബോൾ ട്രെയിനിങ് കോച്ച് കമ്പനീസും എല്ലാം ഉണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞൊരു പ്രൈസാണ് 15 KD. അപ്പം അത് നല്ലൊരു പ്രൈസാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു വീട്ടിൽ നിന്ന് 1-2 കുട്ടികൾ മേളിലുണ്ടെങ്കിൽ നമുക്ക് 2 കുട്ടികൾക്ക് മേലെ എല്ലാം വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് അവർക്ക് ഡിസ്കൗണ്ടും, പിന്നെ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി പ്രോബ്ലം ഉള്ളവർക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ അതും ഹെൽപ്പ് ചെയ്ത് കമ്പനി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കളിക്കാൻ താല്പര്യമുണ്ട്, നല്ല പ്ലെയർ ആണ്, ആൾക്ക് അതിനുള്ള ഫെസിലിറ്റി ഇല്ല, വിടാനായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് ഫീസ് ഇല്ലാതെ ഒരാളും ഇവിടെ റെക്കമെൻഡേഷൻ ആണെങ്കിൽ, അതായത് നല്ല ടാലന്റ് ഉള്ള ഒരു കുട്ടിയാണ്, ആ കുട്ടിക്ക് സാമ്പത്തികമായിട്ട് ഒരു പൈസ കൊടുക്കാനില്ലെന്നുള്ള സംഭവമാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നല്ല ടാലന്റ് ഉള്ള കുട്ടികളാണ്. നമ്മൾ ട്രെയിനിങ് കൊടുത്തിരിക്കും. രജിസ്റ്റേർഡ് അക്കാഡമിയാണ്, ചുമ്മാ ഒന്നുമല്ല, നമ്മൾ ചുമ്മാ പറയുന്നതല്ല. പിന്നെ സ്പീഡിന്റെ മാത്രം ഒരു സവിശേഷത, നമ്മൾ ഇതൊരു ഗെയിമാണ്, ഗെയിമിൽ ഏത് സമയം ഇഞ്ചറി പറ്റാം. അപ്പോൾ ഇഞ്ചറി പറ്റുന്ന അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് കുവൈറ്റിലെ ഏറ്റവും ലീഡിംഗ് മെഡിക്കൽ ശൃംഖലയായ സിറ്റി മെഡിക്കൽ ഗ്രൂപ്പുമായിട്ട് ചേർന്നുകൊണ്ട് സ്പീഡ് അക്കാഡമിയിലെ മുഴുവൻ കുട്ടികൾക്കും 40% വരെ ഓഫറുകൾ നമ്മൾക്ക് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ അവരുമായിട്ട് ടൈപ്പ് ആയിരിക്കുന്നത്. ലൈഫ് ലോങ് സ്പീഡ് സ്പോർട്സ് അക്കാഡമിക്ക് വേണ്ടിയിട്ട് അവർ നമ്മളുമായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു അക്കാഡമീസും ഇന്ന് വരെ ചെയ്യാത്ത ഒരു നൂതന ആശയം നമ്മൾ ഈ അക്കാഡമിയിലൂടെ കുട്ടികളിലും പേരൻസിനും സപ്പോർട്ടുണ്ട്. അതായത് ഇവിടെ വരുന്ന കുട്ടികൾക്ക് അവർക്ക് വേറെ അസുഖമാണെങ്കിൽ തന്നെ അവർക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം കിട്ടും. അവരുടെ പേരൻസും അവരുടെ സഹോദരന്മാരുണ്ടെങ്കിൽ അവർക്കും കിട്ടും. അതായത് ഫാമിലിക്ക് മൊത്തം കിട്ടും. അപ്പം ഇത് 15 KD കൊടുത്ത് ഇവിടെ ചേർന്ന് കഴിഞ്ഞാൽ എന്നൊക്കെ ബെനിഫിറ്റ് ആണെന്ന് നിങ്ങൾ നോക്കണം, മനസ്സിലായി. പക്ഷെ ആർക്കും അസുഖവും ആരും വീണാലുള്ള കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇവരെ കോൺടാക്ട് ചെയ്യണ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ Instagram ID ഒക്കെ നമ്മൾ താഴെ കൊടുക്കും. ഇവരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. മലയാളീസാണ് നമ്മുടെ കോച്ചസും കാര്യങ്ങളും എല്ലാം മലയാളീസാണ്. അപ്പം മലയാളികളായിട്ടുള്ള അബ്ബാസിയിലും സാൽമിയിലും ഫാഹേലും ഒക്കെയുള്ള ആൾക്കാർക്ക് ഇവിടെ കുട്ടികളായിട്ടുള്ളവർക്ക് ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹമുള്ളവരെ ഉറപ്പായിട്ട് ഇവിടെ വിടണം. അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്ക് നമ്മൾ മികച്ച ഒരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു സന്തോഷ് ട്രോഫിയൊക്കെ കളിച്ച പ്രവീൺ കുമാർ, അതെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ നമ്മുടെ സന്തോഷ് ട്രോഫി കളിച്ച പ്രവീൺ സാറാണ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ട ട്രെയിനിങ് എല്ലാം കൊടുക്കുന്ന സന്തോഷ് സാറാണ് അല്ലേ. അതുപോലെ ബാക്കി കോച്ചസ് എല്ലാം ഉണ്ട്. ഡി ലൈസൻസ് കോച്ചസുമാരാണ് കൂടുതലുള്ളത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് പ്ലസ് ഡി ലൈസൻസ് കോച്ചസുമാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഓക്കെ. ഇന്ത്യയുടെ ബൂട്ടണിഞ്ഞ ഷഹൽ ഇതേപോലെ തന്നെ പ്രവാസ ജീവിതത്തിൽ നിന്നും ഉണ്ടായ ഒരു പ്ലെയറാണ്.
അപ്പം ഇതൊക്കെ സംഭവിക്കാം. ദുബായിൽ നിന്ന് വന്നൊരു പ്ലെയറാണ്. അതെ. അപ്പോൾ അതേപോലെ ഇവിടെ എവിടെയൊക്കെ നമുക്ക് അടുത്ത ഇന്ത്യയിൽ കളിക്കേണ്ട പ്ലെയേഴ്സ് ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി കളിക്കേണ്ട ഒരാൾ ഇവിടെ എവിടെയോ ഉണ്ട്. ഒരാളോ രണ്ടാളോ ആരെങ്കിലും ആയിക്കോട്ടെ, പറയാൻ പറ്റത്തില്ല. അവർ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ വീട്ടിലായിരിക്കും. അപ്പം നിങ്ങൾ അത് ഓർത്തുകൊണ്ട് നിങ്ങൾ അവിടെ വിടാതിരിക്കരുത്. നിങ്ങൾ ധൈര്യമായിട്ട് വിടുക. ചുമ്മാ ഒരു പന്തും മേടിച്ച് ഒരു ബൂട്ടും മേടിച്ച് കൊടുക്കുന്നതല്ല. കുട്ടികൾക്ക് വേണ്ട പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കിട്ടണം. നമുക്കറിയാൻ പറ്റത്തില്ല, അവർക്ക് അങ്ങനെ ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ നാളത്തെ വലിയ താരങ്ങളായിരിക്കും. എൻ്റെ പേരെന്നാ? ജോഷുവ. ഇങ്ങനെ മാച്ച് കഴിഞ്ഞോ? ഇനി അടുത്ത ഒന്നുകൂടെ? നിങ്ങൾ എത്രാം ക്ലാസ്സിലാ? 3-ലാ എല്ലാവരും? 4-ല്. എങ്ങനെയുണ്ട് ഫുട്ബോൾ കളിച്ചിട്ട്? അടിപൊളിയാണോ ഫുട്ബോൾ? മോനും കളിക്കുന്നുണ്ടോ? ചേട്ടൻ്റെ കൂടെ വന്നതാണോ? അടിക്കാൻ പറ്റില്ല, ഒത്തിരി പേരുണ്ടല്ലേ. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം അടിക്കാം കേട്ടോ. ആ ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ നമ്മുടെ സ്പീഡ് സ്പോർട്സ് അക്കാഡമിയുടെ നമ്മുടെ ഇവിടുത്തെ കോച്ചസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അതാട്ടെ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പേര് പറ. സാലറ്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടാണ്. ചേട്ടാ പേരെങ്ങനെ? ഷാഹിദ്. നാട്ടിൽ? മലപ്പുറം. സുജിത് ചേട്ടൻ? തൃശ്ശൂർ. അടിപൊളി. ഷാജി. ട്രിവാൻഡ്രം. തൃശ്ശൂർ. പ്രവീൺ സാറാണ് നമ്മുടെ. അതെ, നമ്മുടെ സന്തോഷ് ട്രോഫിക്ക് വേണ്ടി കളിച്ച താരമാണ്. അപ്പോൾ പേരെങ്ങനെ? കൃഷ്ണചന്ദ്രൻ, എറണാകുളം. ഓക്കെ. ഇവിടെ നിന്നൊരു മെസ്സി വരുമോ? ഇവിടുന്നൊരു മെസ്സി റൊണാൾഡോ വരുമോ? അതിനുള്ള പരിശ്രമത്തിലാണ് നിങ്ങൾ. അപ്പം നേട്ടാ ഇവിടെ നിന്നൊരു മെസ്സിയോ റൊണാൾഡോയോ ആരെങ്കിലുമൊക്കെ വരും. അവരൊക്കെ കാലം കഴിഞ്ഞു. നമുക്കിനി വേണ്ടത് പുതിയ താരങ്ങളാണ്. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ഈ മണ്ണിൽ നിന്നായിരിക്കും, അല്ലെ ഈ ഗ്രൗണ്ടിൽ നിന്നായിരിക്കും വരുന്നത്. അതിന് ഇവരുടേതായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും അല്ലേ? അതിനകത്തൊരു സംശയമില്ല. അപ്പം വേണ്ട, നിങ്ങളുടെ കുട്ടികളെ ധൈര്യമായിട്ട് വിടാം. ഇവരുടെ കൈകളിൽ ആ കുട്ടികൾ സുരക്ഷിതരായിരിക്കും കേട്ടോ, അവരുടെ ഫ്യൂച്ചർ. ഓക്കെ, താങ്ക് യു. ചേട്ടാ പേരെങ്ങനെയാ? റിയാസ്. നാട്ടിലാ? കാലിക്കറ്റ്. ഷംസുദ്ദീൻ, കാലിക്കറ്റ്. അപ്പോൾ കോഴിക്കോടുകാരെന്ന് പറഞ്ഞാൽ ഫുട്ബോളിന്റെ വലിയ ആരാധകരൊക്കെയാണ്. അതുകൊണ്ടാണ് കുട്ടികളെ നമ്മൾ ഇതിന് വിട്ടെ, ട്രെയിനിങ്ങിന് വിട്ടെ. അതെ, ഫുട്ബോൾ ഇഷ്ടമാണ്. ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. പ്ലെയർ ആണോ? ആ, ഇപ്പൊ വന്നില്ല. നമ്മൾ പിള്ളേരെ വിടാനുള്ള കാരണം എന്നാ മെയിനായിട്ടുള്ള കാരണം? മെയിനായിട്ട് വിടാനുള്ള കാരണം കുട്ടികൾക്ക് ഫുട്ബോളിലെ ടാലന്റ് ഉണ്ടായതുകൊണ്ടാണ്. ഓക്കെ, നാട്ടിലെ ട്രെയിനിങ്ങിനൊക്കെ പോകുന്നതാണ്. ഓക്കെ. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് പിള്ളേര്? എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഒരു മാസം. എങ്ങനെയുണ്ട്? മാറ്റമുണ്ട്? ആ, ഓക്കെ. അതാണ്, ഉഷാറാണ്. നമുക്ക് അത് കേട്ടാൽ മതി അല്ലേ? കാണുമ്പോൾ ശരിക്കും അസൂയ തോന്നും അല്ലേ? സത്യമല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഏജാണ്ടല്ലോ, പിള്ളേർ കളിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. നമുക്കും എന്നാൽ ഒരു ബൂട്ടിട്ട് ചാടണമെന്നുണ്ട്, പക്ഷേ നമുക്ക് ഇൻട്രസ്റ്റ് ആണ്. അതാണ് സത്യം പറഞ്ഞാൽ. നിങ്ങൾ പേരൻസ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ ചേരണ്ട അല്ലേ? 2 ദിവസം വന്ന് കളി കാണാം, അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുണ്ട്. ചേച്ചി പേരെങ്ങനെയാ? സൗമ്യ. അപ്പം പിള്ളേർ ഇവിടെ വന്ന് കളിച്ചിട്ട് പിള്ളേർക്കുണ്ടല്ലോ പഠിക്കാനുള്ള സമയം കിട്ടുന്നുണ്ടോ? അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ്, അല്ലാതെ ഇത് ഇവിടെ വന്ന മടുപ്പോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. താല്പര്യമാണ് വരാൻ. എത്ര ദിവസമായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട് പിള്ളേരെ? ഇവിടെ ഇപ്പം അവന് 1 മന്തായി. മുമ്പേ 1.5 വർഷം വേറെ പോയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഓക്കെ ആണോ? ഹാപ്പിയാണ്. അവന് താല്പര്യമുള്ളതാണ്. മെസ്സിയെ പോലെ ആവണമെന്നുള്ള മെസ്സിയുടെ ആരാധകനാണ്. അതാണ് നമുക്ക് മെസ്സി ഇനി നമ്മുടെ നാട്ടിൽ നിന്ന് മെസ്സിയും കാര്യങ്ങളും ഒക്കെ വരണം. കൂടുതൽ മെസ്സിയെ പോലെ ഇന്റർനാഷണൽ അങ്ങനെ അറിയപ്പെടുന്ന ഒരു പ്ലെയർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു മനസ്സോടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കണ്ട. അപ്പോൾ സാറേ പേരെങ്ങനെ? മനോജ്. നാട്ടിൽ ഞങ്ങൾ ആലപ്പുഴ. ചേട്ടാ? എൻ്റെ പേര് രാഹുൽ, ആലപ്പുഴ. പിള്ളേരെ വിട്ടിട്ട് ഇവിടെ എത്ര നാളായി? ഇല്ല, ഞാൻ ജസ്റ്റ് ജിമ്മിന് വർക്കൗട്ടിങ്ങിന് പോയ സമയത്ത് എല്ലാ ദിവസവും കളി കാണാൻ വരുന്നതാണ്. ഓക്കെ, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കൂടി വന്നതാണ്. ഓക്കെ. ഒരു ഫുട്ബോൾ പ്ലെയർ ആണ്, അത് കാണാൻ വേണ്ടിയുള്ള ഇൻട്രസ്റ്റ്. അപ്പോൾ ചേട്ടൻ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അപ്പോൾ ഈ പിള്ളേരുടെ കളി മാച്ചസ് കാണാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, സന്തോഷം ചേട്ടാ. പിള്ളേരെ ഇപ്പോഴത്തെ ഈ ട്രെയിനിങ് കാണുമ്പോൾ എന്നാ തോന്നുന്നത്? ട്രെയിനിങ് കാണുമ്പോൾ നല്ല ട്രെയിനിങ്സ് ആണ്. നല്ല രീതിയിലാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഈ പ്രവാസ ലോകത്ത് ഇത്രയും നല്ലൊരു അവസരം കിട്ടുന്നത് അത് നമുക്ക് കിട്ടിയിട്ടില്ല. ഇത്ര ഒരു അവസരം അതാണ് ഇതിനകത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. പിള്ളേർക്ക് കിട്ടിയത് അതൊരു വലിയൊരു
അതെ ഞാൻ പറയാം, നമ്മുടെ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇത് നാളെ ഇത് അറിഞ്ഞില്ലെന്ന് ആരും പറയല്ലേ, അതിനാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. നാളെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇതിൽ കൂടുതലൊരു നല്ലൊരു അവസരം ശരിക്കും അതാണ് പിള്ളേർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട്. ഇവിടുത്തെ ജീവിതം നമ്മൾ ഈ ഫ്ലാറ്റുകളിൽ അടഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് എല്ലാ കഥ പറയുന്നത് ഇങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടിയത് പിള്ളേർക്ക് ഭയങ്കര അനുഗ്രഹം. ആകെപ്പാടെ ഒരു ഫ്ലാറ്റിനിടയ്ക്കുള്ള ഒരു കോഡ് റോഡ് മാത്രമേ ഉള്ളൂ. ഈ ഒരു അക്കാഡമി തുടങ്ങുമ്പോൾ ഞാൻ ആ കൊച്ചിനെ കൊണ്ട് വരുമ്പോൾ 30 ആൾക്കാരെ ഉള്ളായിരുന്നു. ഇപ്പൊ അത് 150 പേര് ഇവിടെ തന്നെ ആവും. ഇവിടെ തന്നെ 130 പിള്ളേരോ 150 പിള്ളേരായി. ഇവരുടെ ഡെഡിക്കേഷൻ, ഇവരുടെ ട്രെയിനിങ്, ഈ പിള്ളേർക്ക് ഈ കളിയോടുള്ള ഇൻട്രസ്റ്റ്, ഈ കോച്ചുമാർക്ക് പിള്ളേരോടുള്ള ഇൻട്രസ്റ്റ്. അല്ല, ഇവിടെ ഉള്ള കുട്ടികൾക്ക് ക്രിക്കറ്റിനെക്കാട്ടും കൂടുതൽ ഫുട്ബോളിനോട് ഒരു ഭയങ്കര ഇതുണ്ട്. അതായത് ഇവിടെ വന്ന് 1 മണിക്കൂർ കളിച്ചെന്ന് പറഞ്ഞ പിള്ളേരുടെ പഠനത്തെ ഇത് ബാധിക്കും. പിള്ളേർ പഠനത്തെ അല്ല, പിള്ളേരുടെ കുറച്ച് TV മൊബൈലിൽ നിന്നുള്ള കുറച്ച് അതാണ് നമ്മൾ പറയാൻ TV മൊബൈൽ ഉപേക്ഷിക്കുന്ന ഒരു സമയമാണ്. പിള്ളേർ മെന്റലി ഫിസിക്കലി ഫിറ്റ് ആകുന്ന ഒരു സമയമാണ്. എൻ്റെ മോനെ ഞാൻ ചൂടിന് വിട്ടു, തണുപ്പിന് വിട്ടു, ഇപ്പൊ ഈ ഹ്യൂമിഡിറ്റിക്ക് കളിക്ക് വിട്ടു. ഇപ്പം കൊച്ചിനെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്നൊരു പനി വരത്തില്ല. അവനെ ക്ലൈമറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും. ഇതാണ് നമ്മുടെ എല്ലാം പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കൊച്ചിന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലാറ്റിൻ്റെ അത് ഒതുക്കും, തണുപ്പായി കഴിഞ്ഞാൽ ഫ്ലാറ്റിൻ്റെ അത് ഒതുക്കും. ഇത് എല്ലാ സമയത്തും ഈ ട്രെയിനിങ് നടക്കുന്നുണ്ട്. പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ആണ്, അവരോട് ഒന്ന് കളിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ് ഇങ്ങനത്തെ ട്രെയിനിങ്. ആയാലും പറഞ്ഞ വാക്കുകൾക്ക് ഒത്തിരി നന്ദി. ഇതിൽ കൂടുതൽ നമ്മൾ പറയുന്നതല്ല, ഇവിടെയുള്ള പേരൻസ് പറയുന്നതാണ് എന്നാ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിച്ചത്. സാർ നമസ്കാരം. പേരെങ്ങനെ? വിശ്വാസ്. നാട്ടില്? തലശ്ശേരി. മോനെ ട്രെയിനിങ്ങിന്. ചേച്ചി പേരെങ്ങനെയാ? സോറി, നാട്ടിൽ തലശ്ശേരി ഉണ്ട്. മോന്റെ പേരെന്നാടാ? വിവാൻ. മിടുക്കൻ. അപ്പം എത്ര നാളായിട്ട് ഇവനെ വിടുന്നുണ്ട്? സെക്കൻഡ് ക്ലാസ്. അവന് ഇവന് എത്ര വയസ്സുണ്ട്? 7 years. ഓക്കെ, 7 years. എങ്ങനെയുണ്ട് നമ്മളിത് വിടാനുള്ള കാരണം എന്നാ? കാരണം ഇവന് ഒന്ന് മെയിൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പന്ത് തട്ടുന്ന കണ്ടിട്ട് പിന്നെ ഇതിനെപ്പറ്റി പറയുന്ന കേട്ടു. അങ്ങനെ കേട്ടറിഞ്ഞ് വന്നതാണ്. അപ്പൊ സന്തോഷമാണോ? സന്തോഷമാണ്. അതെ, പിള്ളേർ മൊബൈൽ നോക്കുന്നത് കുറഞ്ഞെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അതൊരു വലിയൊരു കാര്യമാണ്. നമ്മൾ ഫ്ലാറ്റിൽ ചുമ്മാ ഇരിക്കുമ്പോഴാണല്ലോ പിള്ളേർ മൊബൈൽ കാണുന്നത്. ഇവിടെ മൊബൈൽ കാണുന്നത് കുറഞ്ഞോ? ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണോ? ആരാ ഫേവറേറ്റ് പ്ലെയർ? മെസ്സി. ഉണ്ടോ? പിള്ളേർക്ക് അതാണ്. നാളത്തെ മെസ്സി ആണ് കേട്ടോ നീ. എപ്പോഴും നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അനീഷണം, നാനചേച്ചി, ദേവനാരായണൻ, പൊന്നപ്പൻ. അപ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാണല്ലോ ചേച്ചി, ഇപ്പോൾ നമ്മൾ കുറേ പേരൻസിനോട് ചോദിച്ചു, അതായത് പിള്ളേർക്ക് പഠിക്കാൻ സമയം കിട്ടുന്നുണ്ടോ, പിള്ളേരുടെ പഠനത്തെ ഇത് ബാധിക്കുന്നുണ്ടോ? പഠനത്തെ എന്തായാലും ബാധിക്കുന്നില്ല. കാരണം കോച്ചിങ് ഉള്ള ദിവസം ഭയങ്കര സ്പീഡാണ് പഠിച്ചു തീർക്കായി. കോച്ചിങ് ഇല്ലാത്ത ദിവസം ഒന്നഴിയും, എന്നാലും നാളെ വിടത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഫിനിഷ് ചെയ്തിട്ടേ കിടക്കത്തുള്ളൂ. അതായത് ഇവന്മാർ കോച്ചിങ് ഉള്ള ദിവസം നന്നായിട്ടിരുന്ന് രാവിലെ ഇരുന്ന് പഠിച്ചിട്ട് അത് കളിക്കാൻ പോകുന്നതുകൊണ്ട്. സത്യമാണോടാ? അപ്പോൾ ഇവിടെ പുതുതായിട്ട് ഇപ്പം സ്കേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഓൾറെഡി ഇവർക്ക് ഫാഹയിലുണ്ട്. അപ്പോൾ ഇവിടെ സ്കേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്താൽ വിടുമോ? ഞാൻ ശരിക്കും ഒരു ഫിറ്റ്നസ്സിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എൻ്റെ പിള്ളേരെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എക്സാം ടൈമിൽ പോലും ഞാൻ ഫുട്ബോൾ കളിക്ക് വിടുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്താലും തീർച്ചയായിട്ടും ഞാൻ വിടും. 3 പിള്ളേരെയും വിടും. ഇവിടെ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇവിടെ അബ്ബാസിയ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ നോക്കിയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞു കുവൈറ്റിൽ ഇത്രയൊക്കെ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിത് വിനിയോഗിക്കുക. എന്നാ പറയുക, പ്രവാസ ചെറിയ സൗകര്യത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതിനേക്കാൾ ഉപരി നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇത്രയും നല്ല മനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ഒരുപാട് പൈസയും കാര്യങ്ങളൊന്നുമില്ല. മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ചെറിയ പൈസയും കാര്യങ്ങളൊക്കെയാണ് അല്ലേ? അപ്പോൾ ഒരുപാട് സന്തോഷം അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കുവൈറ്റിലെ ഇതുപോലത്തെ ഒരുപാട് ഇൻഫർമേഷനും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.